കേഴ്സ് എനർജികൾ ഭരിക്കുന്ന ജുജുത്സു കൈസൻ ലോകത്ത് ആരാണ് ശക്തരായി ജനിക്കുന്നതെന്നും ആരെയാണ് പരാജയമെന്ന് മുദ്ര കുത്തേണ്ടതെന്നും ആരാണ് നിലനിൽക്കാൻ അർഹതയുള്ളതെന്നും തീരുമാനിക്കുന്നത് കേവലം 3 മേജർ വംശങ്ങളാണ്. മന്ത്രവാദികളാൽ ഭരിക്കപ്പെടാത്ത രക്തരേഖകൾ ആലേഖനം ചെയ്യുന്ന കുറെ വംശങ്ങൾ. ഇതിന്റെ ആധാരമായിട്ടായിരിക്കണം നിങ്ങളുടെ മൂല്യം ജനന സമയത്ത് നിർണയിക്കപ്പെടുന്നതും രക്തം കൊണ്ട് അധികാരവും മനുഷ്യത്വവും ഉപയോഗവും നിർണയിക്കപ്പെടുന്നതും. ഇവരാണ് ജുജുത്സു കൈസന്റെ വംശങ്ങൾ. The 3 great clans of Jujutsu Kaisen. ഒരു വംശം പരമമായ അധികാരമാണ് ഭരിക്കുന്നത്, ഒരു വംശം ഭയവും ക്രൂരതയും, മറ്റൊരു വംശം രക്തത്തിൽ കുതിർന്ന പാരമ്പര്യവും. Let's dive into the world of Gojo, Senin and Kamo clans. Okay, fine. Jujutsu Kaisenle main clans. Yes, the bloodlines that control the Jujutsu world. So basically, എന്താണ് ഈ JJK ക്ലാൻസ്? ജുജുത്സു കൈസൻ ലോകത്ത് ഈ ഒരു ക്ലാൻസ് എന്ന് പറയുന്നത് ഹെറിഡിറ്ററി പവർ ആണ്, അല്ലെങ്കിൽ പരമ്പരാഗതമായി കൈമാറി വരുന്ന വംശപരമ്പരയിൽപ്പെട്ടിട്ട് കിട്ടുന്നവർക്കുള്ള കുറച്ച് സ്പെഷ്യൽ പവേഴ്സ്. ഈ ഹെറിഡിറ്ററി പവേഴ്സ് കുറേ സ്ട്രക്ചേഴ്സ് ആയിട്ട് നമുക്ക് തരംതിരിക്കാൻ സാധിക്കും. ഒന്നെങ്കിൽ അത് കേഴ്സ്ഡ് ടെക്നിക്സിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലും, ജുജുത്സു പൊളിറ്റിക്സിനെ ഡോമിനേറ്റ് ചെയ്യുന്ന ആരാണെന്നുള്ള രീതിയിലും, അല്ലെങ്കിൽ ആര് ജീവിക്കണം, ആര് മരിക്കണം, ആര് ഉയർത്തെഴുന്നേൽക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന പവറും ഇൻഹെറിറ്റ് ചെയ്യുന്ന ഏതൊക്കെയാണെന്നും പാരമ്പര്യമായി ലഭിക്കുന്ന ഏതൊക്കെയാണെന്നും നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ജുജുത്സു വേൾഡിലെ ക്ലാൻസ് തന്നെയാണ് റിയൽ വില്ലൻസ്. സോ ദ 3 ഗ്രേറ്റ് ജുജുത്സു ക്ലാൻസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും, അതായത് പരമോന്നതിയിൽ നിൽക്കുന്ന ജുജുത്സു സൊസൈറ്റിയിലെ 3 ക്ലാനാണ് നിലവിലുള്ളത്. 1 ഗോജോ ക്ലാൻ, 2 സെരിൻ ക്ലാൻ, 3 കാമോ ക്ലാൻ. സോ ആദ്യം തന്നെ ഗോജോ ക്ലാനിൻ്റെ ഒരു ക്വിക്ക് സമ്മറി പറയാം. ഗോജോ അറിയാലോ, സത്തോറു ഗോജോ. പുള്ളി ഒരു ആബ്സല്യൂട്ട് പവർ മെഷീൻ തന്നെയാണ്, ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് സോൾസറർ എന്ന് അടിവരയിട്ട് മുദ്ര കുത്തിയ ആൾ. സോ ഗോജോ ക്ലാനിനെ പറ്റി പറയുകയാണെങ്കിൽ ആബ്സല്യൂട്ട് പവർ ഇൻ എ സിംഗിൾ ബ്ലഡ് ലൈൻ എന്ന് നിസ്സംശയം പറയാം. ഇവരുടെ ഒരു ഓവർവ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും സ്മോളസ്റ്റ് ക്ലാൻ ഇവരുടെയാണ്. അതായത് ഇവരുടെ ക്ലാന് അധികം വലുതൊന്നുമല്ല, ബട്ട് ഇൻഡിവിജ്വൽ പവർ എന്ന് പറയുന്നത് സ്ട്രോങ്ങസ്റ്റ് ആണ്. ഇവരാണ് ഏറ്റവും ഉന്നതിയിലുള്ള പവർ നിലവിലെ ക്ലാൻ വൈസിൽ നോക്കുമ്പോൾ. അതുപോലെ തന്നെ എൻറ്റയർ ക്ലാനിൻ്റെ ഇൻഫ്ലുവൻസ് ഒരാളിലായിരിക്കും നിക്ഷിപ്തമായിരിക്കുന്നത്. അറിയാലോ, സത്തോറു ഗോജോ. ഇനി ഇതിനും ഒരു റീസൺ ഉണ്ട്, അതായത് സിഗ്നേച്ചർ ട്രേറ്റ്സ് എന്നൊക്കെ പറയാം. ഇവർക്ക് 6 ഐസ് പോസസ് ചെയ്യും, അതുപോലെ തന്നെ അന്യായമായിട്ടുള്ള ലിമിറ്റ്ലെസ് ആയിട്ട് ഒരു ലിമിറ്റും ഇല്ലാത്ത കേഴ്സ്ഡ് ടെക്നിക്കും ഉണ്ടാകുമായിരിക്കും. ഈ ഒരു കോമ്പിനേഷൻ രണ്ടും കൂടെ വരുന്നത് 100 വർഷങ്ങളൊക്കെ കൂടുന്ന ടൈമിലായിരിക്കും. ഇതിൽ തന്നെ ഈ ലിമിറ്റ്ലെസ് ടെക്നിക്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ മാനിപ്പുലേഷൻ ഓഫ് സ്പേസ്, അതായത് ഇൻഫിനിറ്റി, ഒരു രീതിയിൽ നമുക്ക് തോടുവാൻ പറ്റത്തില്ല, ഡിഫൻസ് അന്യായമാണ്. അതുപോലെ തന്നെ ബ്ലൂ അട്രാക്ഷൻ ചെയ്യാൻ പറ്റും, റെഡ് റിപ്പൾഷൻ ചെയ്യാൻ പറ്റും, പിന്നെ നമ്മുടെ ടോജി ആയിട്ടുള്ള ഫൈറ്റിൽ ഹോളോ പർപ്പിൾ. അതുപോലെയുള്ള ലിമിറ്റ്ലെസ് ടെക്നിക്സ് ആണ് ഇദ്ദേഹത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു ക്ലാനിൽ 6 ഐസോടുകൂടിയും ലിമിറ്റ്ലെസ് കേഴ്സ് ടെക്നിക്കും ഉപയോഗിക്കുന്ന കോമ്പിനേഷൻ ഓഫ് സിഗ്നേച്ചർ ട്രേറ്റ്സോടുകൂടിയും ലഭിക്കുന്നത്. ഇനിയിപ്പോൾ 6 ഐസ് നോക്കുകയാണെങ്കിലോ പെർഫെക്റ്റ് കേഴ്സ്ഡ് എനർജി പെർസെപ്ഷൻ ആണ്. അതുപോലെ തന്നെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ്, നിയർ ഇൻഫിനിറ്റ് എന്ന് തന്നെ ആ ഒരു രീതിയിൽ ജയിച്ചേക്കട മാങ്കയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗോജോനെ അൺടച്ചബിൾ എന്ന് മുദ്ര കുത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ക്ലാനിൻ്റെ ഫിലോസഫി നോക്കുകയാണെങ്കിൽ ശക്തിയാണ് രാഷ്ട്രീയത്തെക്കാളും, പവർ ഈസ് ഗ്രേറ്റർ ദാൻ പൊളിറ്റിക്സ് എന്നാണ് ഇവരുടെ ഒരു ഫിലോസഫി. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ സൂപ്രമസി ആയിരിക്കും. അതുപോലെ തന്നെ വലിയ കാര്യങ്ങൾ, അതായത് ഈ പൊളിറ്റിക്സിലൊന്നും ഇവർ അങ്ങനെ ഇൻ്റർഫെയർ ചെയ്യാറില്ല, മിനിമൽ ഇൻ്റർഫെയർസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം, അതായത് ഇൻഡിവിജ്വൽ സൂപ്രമസി ഉള്ളതുകൊണ്ട് തന്നെയായിരിക്കണം ഗോജോ എലോൺ ബാലൻസ് ദ വേൾഡ് എന്ന് പലതവണ മാങ്കയിലൊക്കെ പറയുന്നത്. ഇനി രണ്ടാമത്തേത് മോസ്റ്റ് ഫേവറേറ്റ് ക്ലാൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ, സെനിൻ ക്ലാൻ. അതുതന്നെയാണ് ദ മോസ്റ്റ് കറപ്റ്റ് ആൻഡ് ക്രൂവൽ ക്ലാൻ എന്നും പറയാൻ. ഇതിൻ്റെ ഓവർവ്യൂ എന്ന് പറയുന്നത് ഒരു മിലിറ്ററി ചിട്ടയാണെന്നൊക്കെ വേണം പറയാൻ. ഇത് ഭയങ്കര രീതിയിലുള്ള ഒരു ഹൈറാർക്കി ഫോളോ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ കേഴ്സ്ഡ് ടെക്നിക്സിൽ ഇവർ ഒബ്സസ്ഡ് ആണ്. അതായത് നിങ്ങൾക്ക് കേഴ്സ് ടെക്നിക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ വെറും വേർത്ത്ലെസ് ആണ്. അറിയാലോ, ഇതിനൊരു പരമ എക്സാമ്പിളായിട്ട് ടോജിനെ നമുക്ക് എടുക്കാം. ടോജിയൊന്നും അബ്യൂസ് ചെയ്യപ്പെട്ട പോലെ ആരും ചെയ്യപ്പെട്ടിട്ടില്ല. സോ ക്ലാനിൻ്റെ മേജർ ടെക്നിക്സ് നോക്കുകയാണെങ്കിൽ 10 ഷാഡോസ് ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മുടെ മെഗുമി യൂസ് ചെയ്യുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ. പിന്നെ പ്രൊജക്ഷൻ സോഴ്സറി, അത് നമ്മുടെ നയോയൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ടൂൾ മാസ്റ്റർ, ഇവരുടെ കേഴ്സ്ഡ് ടൂൾ ആഴ്സണലൊക്കെ ഭയങ്കര കില്ലാടികളാണ്. അതുപോലെ തന്നെ ഇവരുടെ ക്ലാൻ കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറയാലോ ഒന്നാന്തര റൈസിസമാണ്. അതായത്
നല്ല രീതിയിൽ അബ്യൂസും ചെയ്യുന്നുണ്ട്. പിന്നെ JJK ഫാൻഡത്തിൽ തന്നെ സെക്സിസവും എഴുതിയിട്ടുണ്ട്. യെസ്, ഒരു പുരുഷ മേധാവിത്വമുള്ള ഒരു ക്ലാനാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും വുമൻസിനെയും നോൺ ടെക്നിക് യൂസേഴ്സിനെയും വെറും ടൂൾസ് ആയിട്ടാണ് ഈ ഒരു ക്ലാൻ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതിലെ നോട്ടബിൾ മെമ്പേഴ്സിനാണെങ്കിൽ ടോജി അറിയാലോ, റിജക്റ്റ് ആകപ്പെട്ടു. നമ്മുടെ മാക്കി മാൻ, ലാസ്റ്റ് എപ്പിസോഡ് വാസ് ഫയർ. മാക്കിയും ടോജിയും പിന്നെ മെഗുമിയും, ഇതിൻ്റെ അകത്ത് എടുത്തു പറയുന്ന ഞാൻ ഇവരുടെ പേര് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം അവരുടെ ഡൗൺഫാൾ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാമായിരുന്നല്ലോ. മാക്കിയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ അന്യായമായിട്ട് അങ്ങ് ക്ലാനിനെ മസക്കറ ചെയ്തു. സോ ഒരു തരത്തിൽ സെനിൻ ക്ലാൻ തന്നെയായിരുന്നു, അവരുടെ ഐഡിയോളജി തന്നെയായിരുന്നു അവരുടെ ആ ഒരു വിനയ്ക്ക് ഭാഗമായത്. ആൻഡ് ലാസ്റ്റ് 3 ഗ്രേറ്റ് ക്ലാനിലുള്ളതാണ് കാമോ ക്ലാൻ. ഈ കാമോ ക്ലാൻ എന്ന് പറയുന്നത് ട്രഡീഷണൽ കൺട്രോളും ബ്ലഡും വെച്ച് കളിക്കുന്ന ടീമാണ്. ഒരു ബേസിക് ആൻഡ് ക്യുക്ക് സമ്മറി പറയുകയാണെങ്കിൽ ആ മാങ്കയിൽ എഴുതിയിരിക്കുന്ന അനുസരിച്ച് ഏറ്റവും ഓൾഡസ്റ്റ് ക്ലാനായിട്ട് കാണുന്നത് കാമോ ക്ലാൻ തന്നെയാണ്. ഇവർ തന്നെയാണ് ഏറ്റവും കൺസർവേറ്റീവ് ആയിട്ടുള്ള ക്ലാനും. ഇവരെപ്പോഴും നല്ല പ്യൂരിറ്റിയിൽ ഭയങ്കര ഒബ്സസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇവരുടെ ടെക്നിക്ക് എന്ന് പറയുന്നത് ബ്ലഡ് മാനിപ്പുലേഷനാണ്. അതായത് ബ്ലഡിനെ ഇൻറ്റേർണലിയും എക്സ്റ്റേണലിയും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അന്യ പ്രിസിഷനൊക്കെ കേട്ടോ, ഒരു വെർസറ്റൈൽ പവർ തന്നെയാണ്. അതുപോലെ തന്നെ ഇവർക്ക് കുറച്ച് ഡാർക്ക് ലെഗസിയും കൂടെ ഉണ്ട്. പറയുകയാണെങ്കിൽ ഏൻഷ്യൻ കാലഘട്ടത്തിലോട്ട് പോകുമ്പോൾ കാമോ നോർട്ടോഷി എന്ന് പറയുന്ന ആൾ ദ മോസ്റ്റ് ഈവിൾ സോൾസർ എന്നാണ് അടിവരയിട്ട് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ സ്പോയിലറാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ, അത് മാങ്ക വായിച്ചിട്ടുള്ളവർക്കറിയാം, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. അത് അദ്ദേഹം ചെയ്തിട്ടുള്ള ഹ്യൂമൻ എക്സ്പെരിമെൻറ്റേഷനും ഡെത്ത് പെയിൻറ്റിങ്സും ഒക്കെ ഒരു ഡാർക്ക് ലെഗസി തന്നെയാണ് കാമോ ആ ഒരു പ്ലാനിന് കൊടുത്തിരിക്കുന്നത്. സോ ബേസിക്കലി നിലവിൽ ക്ലാനിൻ്റെ ആ ഒരു അണ്ടർലൈൻ സെൻറ്റൻസും ബേസിക് സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇത്രയൊക്കെ ഉള്ളൂ. അതുകൂടാതെ കുറേ മൈനർ ഡിക്ലൈനിങ് ക്ലാൻസ് ഒക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ കേഴ്സ്ഡ് സ്പീച്ച് പറയുന്ന ക്ലാനാണ് ഇനുമാക്കി ക്ലാന്. അതുപോലെ തന്നെ നമ്മുടെ സൂക്കോമോ ലിനിയേജ് എന്ന് വേണേൽ പറയാം, നമ്മുടെ UK ആ ഒരു ക്ലാൻ സ്ട്രക്ചർ. അതേപോലെ തന്നെ ഈ ക്ലാനിലൊന്നും പെടാത്ത മോഡേൺ കുറച്ച് സോഴ്സറേഴ്സും ഉണ്ട്. ഫോർ എക്സാമ്പിൾ UG, യൂട്ട, ഹക്കാരി, ഇവരൊക്കെ എന്ന് പറയുന്ന ക്ലാൻ ഔട്ട്സൈഡേഴ്സായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഇവിടെ പ്രൂവ് ചെയ്യുന്നത് ടാലൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ബ്ലഡ് ലൈൻ എന്ന് തന്നെയാണ്. അത് ഇവരുടെ ആ ഒരു ഓൾഡ് സിസ്റ്റത്തെയാണ് വെല്ലുവിളിക്കുന്നത്. സോ ഇത് എന്തുകൊണ്ട് JJKയിൽ ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്ലാൻസ് ആണ് ജുജിറ്റ്സു ഹയർ അപ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. അവർ തന്നെയാണ് അവരുടെ ഓർഡേഴ്സ് എക്സിക്യൂഷൻ ചെയ്യുന്നതും ഈ ഇന്നോവേഷൻ, പുതിയ തരത്തിലുള്ള ഐഡിയോളജി സപ്രസ് ചെയ്ത് വെച്ചേക്കുന്നതും. അതുകൊണ്ട് തന്നെ ഓരോ ക്ലാൻ ഇല്ലാതാവുമ്പോഴും ജുജിറ്റ്സു അവിടെ എവോൾവ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഒരു ഫ്രീഡം കിട്ടുകയാണ് കൺട്രോളിൽ നിന്ന്. ഇനിയിപ്പം ഫ്യൂച്ചർ ഓഫ് ക്ലാൻസ് ഇൻ സ്റ്റോറി ഇംപ്ലിക്കേഷൻ രീതിയിൽ പറയുകയാണെങ്കിൽ, സെനിൻ്റെ കാര്യം അറിയാലോ, ഇപ്പോൾ ഡിസ്ട്രോയ്ഡ് ആയി കംപ്ലീറ്റ്ലി. ഗോജോയുടെ കാര്യത്തിലാണെങ്കിൽ ഗോജോ ഇല്ലാതെ അത് പാരലൈസ്ഡ് ആയി പോകും. പിന്നെ കാമോ ആണെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ കറപ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, കൊളാപ്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. സോ ഒരു ഫൈനൽ രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ദ സ്ട്രോങ്ങസ്റ്റ് കേഴ്സ് ഇൻ ജുജിറ്റ്സു കൈസൻ എന്ന് പറയുന്നത് സുക്കൂണെ അല്ല, അതവരുടെ പാരമ്പര്യങ്ങളാണ്. ഇനി ഫൈനലി നമുക്ക് കണ്ടിട്ട് തോന്നുന്ന രീതിയിൽ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു സെൻറ്റൻസ് ആണ്. ആ രീതിയിൽ പറയുകയാണെങ്കിൽ, in Jujutsu world, as long as power is inherited, the Jujutsu world will keep creating monsters, not from curses, but from blood. So ഇത്രയൊക്കെയാണ് ദ 3 ഗ്രേറ്റ് ക്ലാൻസ് ഓഫ് ജുജുത്സു കൈസനെ പറ്റി നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ച കാര്യങ്ങൾ. ഇതിൽ കൂടാതെ എക്സ്റ്റേണൽ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ ബിലോ നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. നറൂട്ടോ, വൺ പീസ്, ജുജുത്സു കൈസൻ, ബ്ലീച്ച്, അങ്ങനെ പറയുന്ന എല്ലാ ആനിമേഴ്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തതായിരിക്കും. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ മുന്നേറാം. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്ന ഒരേ ടാറ്റോ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ഗൈസ്. Told you long ago